നീല കളറാണ്. ഓലക്കടയുണ്ട് കയ്യില്. വേഷ്ടിയാണ് ധരിച്ചിരിക്കുന്നത്. അതെല്ലാം കൊണ്ടും കൃഷ്ണൻ തന്നെയാണ്. ചെറുതെങ്കിലും ഇമ്മിണി വലിയ കാര്യം. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ചിത്രം വരയ്ക്ക് പിന്നിലെ ഗൂഢോദ്ദേശങ്ങളെക്കുറിച്ചുള്ള വിഷയങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പരന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു വിഷയത്തെക്കുറിച്ചല്ല എങ്കിലും അതിനോട് സാമ്യമുള്ള മറ്റൊരു വിഷയമാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പുറത്തിറങ്ങിയത് എന്ന് പറയപ്പെടുന്ന ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോയിൽ പറയുന്ന ഒരു കാര്യം വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഒരു ചിത്രം പ്രതിഷ്ഠിച്ചിട്ടുണ്ട് എന്നാണ്. ക്രിസ്ത്യാനിറ്റിയുടെ ഈറ്റില്ലമായ പരിശുദ്ധ മാർപ്പാപ്പയുടെ ദേവാലയമായ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ കാര്യമാണ് ഈ പറയുന്നത്. ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. കൃഷ്ണൻ വർത്തിക്കാൻ ഉള്ളിലത്തെ കൃഷ്ണൻ കാണിച്ചേ. ഈ കാണുന്നതാണ് കൃഷ്ണന്റെ പിക്ചറാണ് കാണുന്നത്. അതായത് ആനപ്പുറത്താണ് കൃഷ്ണൻ ഇരിക്കുന്നത്. പിന്നെ ഓലക്കടയുണ്ട് കയ്യില്. വേഷ്ടിയാണ് ധരിച്ചിരിക്കുന്നത്. അതായത് ശ്രീകൃഷ്ണന്റെ പടമാണ് നിങ്ങൾ കാണുന്നത് വത്തിക്കാനകത്ത്. അതായത് ആനപ്പുറത്താണ് വരുന്നത്. അതുപോലെ തന്നെ മറ്റേ കവചകുണ്ടലുണ്ട്, അതായത് കണ്ണതിന് കുണ്ടലുണ്ട്, പിന്നെ നെറ്റിച്ചുട്ടിയുണ്ട്. നീല കളറാണ്. ഓലക്കടയുണ്ട് കയ്യില്. വേഷ്ടിയാണ് ധരിച്ചിരിക്കുന്നത്. അതെല്ലാം കൊണ്ടും കൃഷ്ണൻ തന്നെയാണ്. ഇത് മൈക്കിളാഞ്ചലോയുടെ മറ്റേ കരകൃതാണോ ആണെന്നാണ് പറയുന്നത്. മൈക്കിളാഞ്ചലോ വരച്ചൊന്നും ആയിരിക്കല്ല, ഏതായാലും പുള്ളിയാണ് അതിന്റെ ആള്. കാരണം ഇതൊരു 3-4 വർഷം മുമ്പ് വരെ മറ്റേ കൃഷ്ണ വത്തിക്കാന്ന് പറഞ്ഞ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പൊ അതെന്താണോ കാണുന്നില്ല. ഞാൻ മിക്കവാറും എന്റെ എല്ലാ ക്ലൈൻസിനെയും കൂടെ കാണിക്കുന്ന സ്ഥലമായിരുന്നു. കാരണം ഹിന്ദുക്കൾക്ക് ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എന്തായിരിക്കും അങ്ങനെ? എന്തുകൊണ്ടായിരിക്കാം സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ചിത്രം പ്രതിഷ്ഠിച്ചിരിക്കുന്നത്? അങ്ങനെ ഒരു കാര്യം കേട്ടപ്പോൾ ആദ്യം എനിക്ക് അത്ഭുതമാണ് ഉണ്ടായത്. ചിത്രകല പഠിക്കുന്ന സമയത്ത് തന്നെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരുപാട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കലാകാരനാണ് മൈക്കിളാഞ്ചലോ. അദ്ദേഹത്തിൻ്റെ പിയത്ത എന്ന സ്കൾപ്ചർ കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാനവിടെ പോകാൻ ആഗ്രഹിക്കുന്നത്. എന്തായാലും സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ പോകാൻ മറ്റൊരു കാരണം കൂടിയായി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മുടെ സ്വന്തം ശ്രീകൃഷ്ണനെ വത്തിക്കാനിലെ ഒരു പള്ളിയിൽ പ്രതിഷ്ഠിച്ചിട്ട് അവിടെ ചെന്ന് കാണാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ വേറെ എന്ത് കണ്ടിട്ട് എന്താണ് കാര്യം? അങ്ങനെ അതേക്കുറിച്ച് ഒരു പഠനം നടത്തി അതിലൂടെ മനസ്സിലായ ഒരു കാര്യം, ഈ ഒരു ചിത്രത്തെക്കുറിച്ച് ഇൻ്റർനെറ്റിൽ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് മുതൽ ചർച്ചകൾ നടന്നിട്ടുണ്ട്. പലരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, കൃഷ്ണൻ്റെ വേഷ്ടിക്ക് തൊട്ടടുത്ത് എന്തുകൊണ്ട് ഒരാന? സാധാരണഗതിയിൽ കൃഷ്ണനെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നത് കൃഷ്ണൻ്റെ കൂടെ ഗോക്കളാണ് ഉണ്ടാവുക എന്നാണ്. പക്ഷെ ഇവിടെ എന്തുകൊണ്ടായിരിക്കും ഒരാന? ഇനി ഗണേശനായിരിക്കുമോ? അത് വെറും ഒരു സംശയമല്ല, ഒരുപാട് പേർ വിശ്വസിക്കുന്നുണ്ട് അതിൽ. എന്നാൽ ബഹുഭൂരിപക്ഷം പേരും വിശ്വസിക്കുന്നത് മറ്റൊരു കഥയിലാണ്. വത്തിക്കാനായതുകൊണ്ടും ലോകത്തിലെ പല സംസ്കാരങ്ങളിലെ കഥകളും അവിടെ ചിത്രങ്ങളാക്കി ആലേഖനം ചെയ്തിട്ടുണ്ട് എന്നതുകൊണ്ടും ഇവിടെ ശ്രീകൃഷ്ണൻ്റെ കുവലയപീഠം കഥയായിരിക്കാം വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചത് എന്നാണ് പലരും വിശ്വസിക്കുന്നത്. എന്താണ് ഈ കുവലയപീഠം കഥ? ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഗോകുലത്തിലെ കഥകൾക്ക് ശേഷം ജ്യേഷ്ഠനായ ബലരാമനെയും കൂട്ടി മഥുരയിലേക്ക് പോകുന്ന ഭാഗത്തിലാണ് ഈ കഥ വിശദീകരിക്കുന്നത്. കഥകളിൽ നമ്മൾ കേട്ടിട്ടുണ്ട് കംസൻ പല രാക്ഷസന്മാരെ കൊണ്ട് കൃഷ്ണനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത്. അതുപോലെ മഥുരയിലേക്ക് വന്ന കൃഷ്ണനെ ഇല്ലാതാക്കാൻ കംസൻ ഏർപ്പാടാക്കിയ ഒരു രാക്ഷസ ആനയാണ് കുവലയപീഠം. തൻ്റെ വഴി തടഞ്ഞ കുവലയപീഠത്തിൻ്റെ തുമ്പിക്കൈയിൽ പിടിച്ച് തറയിൽ വീഴ്ത്തി കൃഷ്ണനും ബലരാമനും കൂടി അതിൻ്റെ കൊമ്പ് പറിച്ചെടുത്ത് കൊന്നതായാണ് കഥ. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനൊരു ചിത്രം സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ചിത്രീകരിച്ചിട്ടുണ്ടാവുക? ഇതിലും മനോഹരമായ ഒരുപാട് ചിത്രങ്ങൾ കൃഷ്ണനില്ലേ പറയാൻ എന്നായിരിക്കും ഭക്തരായവർ പോലും ചിന്തിക്കുന്നുണ്ടാവുക. അവിടെയാണ് ഈ ചിത്രത്തിൻ്റെ ഡീറ്റെയിൽസിന് ഒരു പ്രസക്തി. ഈ ചിത്രത്തിലേക്കൊന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ഓലക്കുടയും ചൂടി നിൽക്കുന്ന, വേഷ്ടിയും ധരിച്ചിട്ടുള്ള, നെറ്റിച്ചുട്ടിയും കുണ്ടലങ്ങളും ധരിച്ചിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണനെ. അദ്ദേഹത്തിന് തൊട്ടടുത്തായി ഒരാനയെയും നമുക്ക് കാണാൻ സാധിക്കും. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത് ഒരു വ്യാളി രൂപത്തെയും നമുക്ക് കാണാം. വ്യാളിയും കൃഷ്ണൻ തമ്മിൽ എന്താണ് ബന്ധം? അതിനെയും പലരും വ്യാഖ്യാനിക്കുന്നുണ്ട്. അത് ദ്വാരപാലകന്മാരാണത്രേ. ഒരു ചിത്രം കണ്ട് തെറ്റിദ്ധരിക്കുക എന്നത് സ്വാഭാവികം മാത്രമാണ്. എന്നാൽ ആ തെറ്റിദ്ധാരണ മറ്റുള്ളവരിലേക്ക് പടർത്തുന്നത്
അത്ര നല്ലതല്ല. ഒന്ന് അന്വേഷിച്ചാൽ ആർക്കും കണ്ടെത്താവുന്നത് മാത്രമാണ് ഈ ചിത്രത്തിന് പിന്നിലെ യാഥാർത്ഥ്യം. നമുക്കറിയാം, സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക ലോകത്തിലെ പല സ്ഥലത്തു നിന്നും ആളുകൾ വന്നു ചേരുന്ന ഒരിടമാണ്. അവിടെയുള്ള ബാപ്റ്റിസ്മൽ ചാപ്പലിന് മുകളിലുള്ള 4 ചിത്രങ്ങളിൽ ഒന്ന് മാത്രമാണ് ഈ ഒരു ചിത്രം. ഈ ചിത്രം വരയ്ക്കപ്പെടുന്നത് 1700-കളിലാണ്. ഫ്രാൻസിസ്കോ ട്രെവിസാനി എന്ന ചിത്രകാരനാണ് ബാപ്റ്റിസ്മൽ ചാപ്പൽ സ്പാൻഷൽ എന്നറിയപ്പെടുന്ന ആ 4 ചിത്രങ്ങൾക്കും പിന്നിൽ. ആ ചിത്രങ്ങളെ മൊസൈക്ക് ചെയ്തത് ലെബോറിയോ ഫറ്റോറി എന്ന കലാകാരനും. 4 കോണുകളിലായാണ് ഈ 4 മൊസൈക്ക് ചിത്രങ്ങളും പതിച്ചിട്ടുള്ളത്. 4 ചിത്രങ്ങൾ ഭൂമിയുടെ 4 അതിരുകളെയാണ് സൂചിപ്പിക്കുന്നത്. ഭൂമിയുടെ 4 അതിരുകളിലേക്ക് മാമോദിസയുടെ ചൈതന്യം പടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നാണത്രേ ചിത്രകാരൻ ഇവിടെ അർത്ഥമാക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോണിൽ ഒരു ഏഷ്യൻ സ്ത്രീയെയും, സൗത്ത് ഈസ്റ്റ് കോണിൽ ഒരു യൂറോപ്യൻ സ്ത്രീയെയും, നോർത്ത് വെസ്റ്റിൽ ഒരു അമേരിക്കൻ സ്ത്രീയെയും, നോർത്ത് ഈസ്റ്റിൽ ഒരു ആഫ്രിക്കൻ സ്ത്രീയെയുമാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇതിൽ നോർത്ത് ഈസ്റ്റ് കോണിൽ പതിച്ചിരിക്കുന്ന ചിത്രത്തിലെ ആഫ്രിക്കൻ യുവതിയെയാണ് കൃഷ്ണനായി നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. ഓരോ സ്ത്രീകളോടൊപ്പവും ഓരോ മൃഗങ്ങളെയും ചിത്രകാരൻ വരച്ചു ചേർത്തിട്ടുണ്ട്. യൂറോപ്പിന് കുതിര, ഏഷ്യയ്ക്ക് ഒട്ടകം, അമേരിക്കയ്ക്ക് പുലി, ആഫ്രിക്കയ്ക്ക് ആന എന്നിങ്ങനെ. ഇതേക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങളെല്ലാം ബസിലിക്കയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലഭ്യവുമാണ്. പക്ഷേ അതേക്കുറിച്ചൊക്കെ ഒന്ന് അന്വേഷിക്കാൻ ആർക്കാണ് താല്പര്യം? ലൈക്കിനും ഷെയറിനും വേണ്ടി ഒരു ഓടക്കുഴൽ BGM ഇട്ട് എന്ത് പോസ്റ്റ് ചെയ്താലും അത് ഷെയർ ചെയ്യുന്നതാണല്ലോ ഇന്നത്തെ ഭക്തി. സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വക്താവായാണ് പലപ്പോഴും മാർപ്പാപ്പയെ നമ്മൾ കണ്ടിട്ടുള്ളത്, അല്ലാതെ ഒരു പ്രത്യേക മതത്തിൻ്റെ ഭാഗമായിട്ടല്ല. അതുകൊണ്ട് തന്നെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മതത്തിൻ്റെ രൂപത്തെയോ അടയാളത്തെയോ കണ്ടു എന്നതുകൊണ്ട് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. എന്നാൽ ഇവിടെ മറ്റൊരു ചിത്രത്തെ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ചിത്രമായി തെറ്റിദ്ധരിക്കപ്പെട്ടതാണ് വിഷയം. ആ ഒരു തെറ്റിദ്ധാരണ മാറ്റി അതിൻ്റെ യാഥാർത്ഥ്യത്തെ വിശദീകരിക്കുകയും ചെയ്യുന്നു. ഭക്തിയും വിശ്വാസവും നല്ലതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നിങ്ങളെ നിങ്ങളാക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മവിശ്വാസത്തെ കൂട്ടുന്നത് ഭക്തിയാണ് എങ്കിൽ അതിനെ പൂർണ്ണമായും വിശ്വസിക്കുക തന്നെ ചെയ്യുക. പക്ഷേ അതിൻ്റെ പേരിൽ നിങ്ങളെ ആരെങ്കിലും വിഡ്ഢിയാക്കുന്നുണ്ട് എങ്കിൽ, നിങ്ങളെ ആരെങ്കിലും മുതലെടുക്കുന്നുണ്ട് എങ്കിൽ അതിനെ തിരിച്ചറിയാൻ കഴിയണം. നിങ്ങളുടെ മുമ്പിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങളിൽ യാഥാർത്ഥ്യം ഏതാണ് എന്നും കള്ളം ഏതാണ് എന്നും തിരിച്ചറിയാൻ സാധിക്കണം. അതുപോലെ തന്നെ മറ്റേ കവചകുണ്ടലുണ്ട്, അതായത് കാതിൽ കുണ്ടലുണ്ട്, പിന്നെ നെറ്റിച്ചുട്ടിയുണ്ട്, നെയ്യിലെ കളറാണ്, ഓലക്കുട ഉണ്ട് കയ്യില്, വേഷ്ടിയാണ് ധരിച്ചിരിക്കുന്നത്. ഇതെല്ലാം കൊണ്ടും കൃഷ്ണൻ തന്നെയാണ്. ഞാൻ മിക്കവാറും എൻ്റെ എല്ലാ ക്ലയൻസിനെ കൊണ്ട് കാണിക്കുന്ന സ്ഥലമായിരുന്നു. കാരണം ഹിന്ദുക്കൾക്ക് ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം.